ഹായ്, ഇതൊരു മടിയുള്ള പനി ദിവസത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഏതാണ്ട് ഉച്ചയായപ്പോഴാണ് ഞാൻ എണീറ്റ് തന്നെ വന്നത്. നല്ല ക്ഷീണമാണ്, നല്ല മേലുവേദനയൊക്കെയുണ്ട്. അപ്പോൾ വന്നപ്പോഴേ വിശക്കുന്നുള്ളത് കൊണ്ട് അടുക്കളയിലോട്ട് പോയി. ചേട്ടായി രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറിയും ബീറ്റ്റൂട്ട് തോരനും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ പണിയും ചെയ്ത ആളൊക്കെ ക്ഷീണിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. തിരിച്ചു വന്ന് ഞാൻ വീണ്ടും ഒരു സൈഡിൽ ഇങ്ങനെ തൂങ്ങിയിരുന്നു, കാരണം തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടായി അപ്പോഴത്തേക്കും ഫുഡൊക്കെ ആക്കി കൊണ്ടുവന്നു. ഇതൊന്ന് കഴിച്ചതിന് ശേഷം വേണം വീണ്ടും മരുന്ന് കഴിച്ച് വീണ്ടും റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ വളരെ ആസ്വദിച്ച് ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയൊക്കെ വെച്ച് രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചേട്ടായിക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് അത്യാവശ്യം പനിയും ചുമയും മേലുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഓഫ് കിട്ടിയപ്പോൾ വല്ലാത്തൊരു ക്ഷീണവും മേലുവേദനയൊക്കെ കൂടുതലുള്ളതായിട്ട് തോന്നി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചേട്ടായി വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് എന്നോട് ഇതേ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ അത് മാക്സിമം മുതലാക്കാനും ശ്രമിച്ചു. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണമാണ്. എന്തെങ്കിലും ഒരു ദിവസം ഓഫ് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പം കിട്ടിയ അവസരം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. കുറേ നേരം സിനിമ കണ്ടു കിടന്നു. 1-2 സിനിമകളൊക്കെ ഒറ്റ ഇരുപ്പിനങ്ങ് കണ്ടു തീർത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തു എന്ന് പറയാം. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്തായാലും വേഗം പോയി ഒരു കുളിയും പാസ്സാക്കി ഞാൻ തിരിച്ചു വന്നു. നാളെയും മറ്റന്നാളും വീണ്ടും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോഴത്തേക്കും പൊന്നൂസ് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. രാവിലെ മുതൽ പനി ഉള്ളത് കൊണ്ട് ഞാൻ അവനിങ്ങനെ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ചേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഫുൾ ടൈം എൻ്റെ ഒപ്പമാണ്. അപ്പം ഓടി വന്ന് എനിക്ക് വീഡിയോ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് അവനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. നാളത്തേക്കുള്ള ഫുഡൊക്കെ ഞാൻ സെറ്റ് ആക്കുവാണ്. നാളെ കൊണ്ടുപോകാനുള്ള നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മീൻകറിയും എല്ലാം ഞാൻ എടുത്ത് നമ്മുടെ ടിഫിൻ ബോക്സിലോട്ട് ആക്കി വെക്കുകയാണ്. ഇതൊക്കെ കാണാൻ അവനും ഇഷ്ടമാണ് കേട്ടോ. പലപ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനും അവനും എപ്പോഴും നമ്മുടെ ടോം ആൻഡ് ജെറിനെ പോലെയാണ്. പക്ഷെ ഒരു ദിവസം പോലും വീട്ടിലിരിക്കുമ്പോൾ അവധിയുള്ള ദിവസം അവനില്ലെങ്കിൽ വളരെ ഒരു ശോകമായിട്ട് തോന്നൂലേ? അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ടോ? എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സീനുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പം നല്ല ഗുഡ് ബോയ് ആയിട്ട് ചിരിച്ചു നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെയാണ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് പ്രാർത്ഥിച്ച് വേഗം കിടക്കണം. നാളെ രാവിലെ എണീറ്റ് വീണ്ടും പോകാനുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ നാളെ ഡ്യൂട്ടിക്ക് പോകാൻ നല്ല മടിയാണ് കേട്ടോ. ഇപ്പോഴും എൻ്റെ ക്ഷീണം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എനിക്കെന്തോ ഇനിയും റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു തോന്നലാണുള്ളത്. മാത്രമല്ല നാളെ ചേട്ടായിക്ക് ഓഫാണ് കേട്ടോ. അപ്പം അതും കൂടി കണ്ടപ്പോൾ ചെറിയൊരു അസൂയ വർക്കൗട്ടായോ എന്നൊരു സംശയമില്ലാതില്ല. എന്തായാലും രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാനുള്ള മൂഡിലല്ലാത്തത് കൊണ്ട് തന്നെ ഓവർനൈറ്റ് ഓട്സ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓട്സ് എടുത്തു, ചിയാ സീഡ് എടുത്തു, പിന്നെ കുറച്ച് സീഡ്സ് സൺഫ്ലവർ സീഡ്സും എല്ലാം കൂടി ആഡ് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മിൽക്കും കൂടി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തേനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ഏറ്റവും നല്ല ആശ്രയം എന്ന് പറയുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരു കാര്യമാണ് കേട്ടോ. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നമുക്ക് വിശക്കത്തൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലും ലഞ്ച് ടൈം വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ ഇതൊക്കെ തന്നെ മതിയാവും. അല്ലെങ്കിലും എനിക്ക് ക്വാണ്ടിറ്റി അധികം വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രം. അപ്പം ഞാൻ മിൽക്കൊക്കെ ആഡ് ചെയ്ത് പതിയെ അതും ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ദിവസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ വേണമല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സമയം കണ്ടെത്താനും കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുന്നതും. അതിനൊക്കെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. എന്തായാലും അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരുക്കമായി. വേഗം പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിടന്നുറങ്ങണം. നാളെ പോകേണ്ടതല്ലേ. അങ്ങനെ തിരി കത്തിച്ച് ബൈബിള് വായിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇനി കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. ബെഡ് കണ്ടതും ഞാൻ ചാടി വീണു. അങ്ങനെ അത്യാവശ്യം നല്ല മടിയുള്ള ഒരു പനി ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. ബൈ ബൈ.